മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സബ്ബഹ ദുബറ കുല്ലി സലാസം വസലാസീൻ, ഓരോ നിസ്കാര ശേഷവും 33 പ്രാവശ്യം ഒരാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ വഹമിദല്ലാഹ സലാസം വസലാസീൻ, അധികമൊന്നുമില്ല, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ വകബ്ബറല്ലാഹ സലാസം വസലാസീൻ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞാൽ 99 ثم قال صلى الله تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഇതും കൂടി പറഞ്ഞാൽ 100 പൂർത്തിയായി. എന്നാൽ എന്താണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത്? അവന്റെ തെറ്റുകൾ മുഴുവൻ പുറക്കപ്പെടുകയാണ്. ബഹറുകൾ ഉണ്ടാകുന്ന, നദികളിൽ ഉണ്ടാകുന്ന, കടലുണ്ടാകുന്ന നരകളുണ്ട് ഇഷ്ടം പോലെ, അതിലേറെ കൂടുതൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ആ തെറ്റ് പൊറുക്കാൻ ഇത് പ്രതിവിധിയാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാ ശ്രദ്ധിക്കാറുള്ളത്? നിസ്കാര ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയണമെന്ന് ഇമാമിന്റെ പിന്നിലല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന എത്ര ആളുകൾ അത് താല്പര്യം കാണിക്കാറുണ്ട്. ഈ വാർഷിക പാഠയിൽ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ദിക്റാണ്, നിസ്കാരം തന്നെ ദിക്റാണ്. നിസ്കാരത്തിന്റെ നിലനിൽപ്പത്തിന് അത് അള്ളാഹിന്റെ ഓർമ്മയിലും ദിക്റുള്ളതാണ്. ഏറ്റവും വലിയ അക്ബർ കുല്ലി ഷൈ ഏതാണെന്ന് ചോദിച്ചാൽ വലദിക്റുല്ലാഹി അക്ബർ. ഇതൊക്കെയാണ് ഏറ്റവും വലിയതാണ്, ദിക്ർ വലിയതാണ്, എല്ലാമാണ്. ഖുർആനിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൈദാ ഖളൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ്. ഖുർആൻ പറയാൻ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ ദിക്ർ ചൊല്ലണം. നിങ്ങൾ ദിക്ർ ചൊല്ലണം. എങ്ങനെയെന്നറിയോ? ഒരു പക്ഷേ ഇരിക്കാൻ കഴിയൂല, നിൽക്കാൻ കഴിയൂല, കിടക്കേണ്ടി വരും. എങ്ങനെയാണ്? ദിക്ർ നിങ്ങൾ അത്രമാത്രം ഗൗരവമുള്ളതാണ്. നിന്നുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നിയാലോ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് അത്യാവശ്യം പൊയ്ക്കോളും. എന്നാലും നിങ്ങൾ വണ്ടി പോകാൻ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു, പെട്ടെന്ന് പോകേണ്ട ആളാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ പൊയ്ക്കോളൂ, ആവശ്യങ്ങളൊക്കെ കൂട്ടിക്കോളൂ, കച്ചവടം ചെയ്തോളൂ. പക്ഷെ ദിക്ർ അവിടെയും വേണം. നടന്നു പോയ സുബ്ഹാനല്ലാഹ് പറഞ്ഞൂടെ? പറയാം, നിസ്കാര ശേഷമുള്ള ദിക്റുകൾ ഒഴിവാക്കാൻ പാടില്ല. എത്ര ആളുകൾ ഇത് നിർബന്ധപൂർവ്വം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എല്ലാ നിസ്കാര ശേഷവും 5 വക്ത് നിസ്കാര ശേഷവും ഇത് വേണം. പക്ഷെ ഇന്ന് നമ്മൾ പല നാടുകളൊക്കെ പോയാൽ കാണും, മഗ്‌രിബിന് ശേഷം യാതൊന്നുമില്ല, മഗ്‌രിബിന് ശേഷം ദിക്റൊന്നുമില്ല. ചില പള്ളികളൊക്കെ ചെന്നാൽ അത് ഹറാമാണ് എന്ന് തോന്നി. പടച്ചവനെ, മഗ്‌രിബിന് ശേഷം സുബ്ഹാനല്ലാഹ് ഉണ്ടോ? മഹാനായ മുത്തനബി മുഹമ്മദ് മുസ്തഫ 14 മുമ്പ് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ഇത്ര വലിയ പുണ്യം പറഞ്ഞത് മഗ്‌രിബിന് ശേഷം ഉണ്ടോ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അത്ഭുതം തോന്നിപ്പോ. മഗ്‌രിബിന്റെ ശേഷവും സുബ്ഹാനല്ലാഹ് ഉണ്ട്. പുണ്യനബി പഠിപ്പിച്ചത് ഒരൊറ്റ നമസ്കാരം ഉപേക്ഷിച്ച് ഒഴിവാക്കിയിട്ടില്ല. 4 വക്തിന്റെ സുന്നത്ത് മഗ്‌രിബിന് വേണ്ട എന്നുള്ള ശൈലിയാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിപ്പോവുക. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരോട്, മഗ്‌രിബിന് ശേഷവും സുബ്ഹാനല്ലാഹ് ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്. എന്നാ പിന്നെ എന്തേ നമ്മുടെ പല പള്ളികളും അത് കാണുന്നില്ലല്ലോ? എന്തത് കാണാതെ പോയത്? അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളിൽ അത് പല ആളുകൾ ഉപേക്ഷിച്ചപ്പോൾ അത് താവയ്യായി ഇങ്ങനെ പോകുന്നു. അവിടെ നടത്തിയിട്ടില്ലായിരുന്നു, അപ്പൊ നമുക്ക് നടത്തേണ്ടത് പറഞ്ഞു. ഏതോ ഒരു വലിയ പള്ളിയുണ്ട്, വലിയ ദർസാണ്. പഴയ കാലത്തല്ലേ കോളേജുകളിലെ എത്തിങ്ങാനൊന്നുമില്ല, ഒക്കെ പള്ളിയിൽ വരികയാണ്. അങ്ങനെ പള്ളിയിൽ നിറയെ ആളുകൾ ഇങ്ങനെ വരുമ്പോഴേ, മുത്താലിമീങ്ങൾ വരുമ്പോഴേ പെട്ടെന്ന് ഉസ്താദ്മാർ എന്ത് ചെയ്യും? മാരിസ്കേശോടെ ഇഷാലിമിന്റെ കുറേ സമയമല്ലല്ലോ, പെട്ടെന്ന് ദുആ ചെയ്യും, പെട്ടെന്ന് ദിക്റൊരു ദുആ ചെയ്യും. അങ്ങനെ അത് ആവർത്തിച്ച് ഇങ്ങനെ പോകുന്നു. പിന്നീട് ദർസ് പോയി ഒന്നുമില്ല. പിന്നെ അവിടെ വന്നപ്പോ ആ ആളും ഇങ്ങനെ ചെയ്തു, ദിക്റൊന്നും ചെല്ലുന്നില്ല. ആ കാരണം നീങ്ങിപ്പോയിട്ട് പോലും ആ ഈ ദിക്റിന്റെ കാര്യങ്ങൾ ചെയ്യാതെ പോകുന്ന കുറെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെയും കാണാം നമുക്ക്. ചില സ്ഥലങ്ങളിൽ ഇശാന് ശേഷം ദിക്റില്ല. എന്താന്ന് ചോദിച്ചു പറഞ്ഞു, അത് കുട്ടികൾക്ക്, മുത്താലിമീങ്ങൾക്ക് പെട്ടെന്ന് ദർസ് കഴിഞ്ഞ് ഭക്ഷണത്തിന് പോകാൻ വേണ്ടിയാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. മഗ്‌രിബിനും സുബഹി നമസ്കാരത്തിനും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ 10 വട്ടം പറയുകയും അല്ലാഹുമ്മ അജിർനി മിനൻ നാർ അത് 10 പ്രാവശ്യം 7 പ്രാവശ്യം പറയുകയും ചെയ്യണം. അതിനുശേഷമാണ് ദിക്ർ ചൊല്ലേണ്ടത്. 7 പ്രാവശ്യം പറയണം, 10 പ്രാവശ്യം. എന്നിട്ട് സാധാരണ സുബഹിക്കും മഗ്‌രിബിനും ഒരുപോലെയാണ്. എന്നാൽ നമ്മൾ പല സ്ഥലങ്ങളിലും അത് ഇല്ലാതെ പോയതിന് കാരണം അതാണ്. പിന്നെ ചില വിഷയങ്ങൾ അങ്ങാടികളിൽ ഒന്നുമില്ല, സലാം പൊട്ടുന്നു, എണീറ്റ് പോകുന്നു, ദ്വാർക്കുന്നു, എണീറ്റ് പോകുന്നു. എന്താ കാരണം?
ചില അങ്ങാടികളിലൊക്കെ സലാം വീട്ടുമ്പോൾ ചെറിയ പള്ളിയായിരിക്കും, ആളുകൾ വന്ന് മാലിമിന് ഇങ്ങനെ പള്ളി നിറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പെട്ടെന്ന് തുറന്നു പോകും. ഈ അങ്ങാടി ചെയ്യുന്നത് പോലെ ഒരു ഗ്രാമത്തിലെ നിസ്കാരപ്പള്ളിയിൽ ഒരാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ പ്രത്യേക കാരണമുണ്ടായപ്പോൾ ചെയ്തത് അതൊരു സുന്നത്തായി മാറിയതുപോലെ തോന്നിപ്പോയി. ഇതൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടിയ സുന്നത്തുകളാണ്. ഇഹ്യാ ഉസ്സുന്ന എന്ന് പറയുന്നത് ഇതൊക്കെ മാന്തിയെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കലാണ്, മാന്തിയെടുത്ത് വെക്കലാണ്. ഒരു സുബ്ഹാനല്ലാഹ്, ഇതെത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് ഇമാം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര ആളുകൾ സുബ്ഹാനല്ലാഹ് ഒഴിവാക്കി കഴിഞ്ഞു. അതാണെങ്കിലോ ഒഴിവല്ല. എല്ലാ നിസ്കാരങ്ങളും അതുപോലെയാണ്, എല്ലാ നിസ്കാരങ്ങൾക്കും അത് ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ചില ആളുകൾ ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്തവരുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടല്ലോ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ അടുത്തടുത്തേ നിൽക്കുള്ളൂ. സ്വഫുകൾക്കനുസരിച്ചാണ് മഗ്‌രിബ് നിസ്കരിക്കേണ്ടത്. എന്താ കാരണം അറിയോ? പഴയ കാലത്ത് ചെറിയ പള്ളികളായപ്പോ ആളുകൾ അടുത്തടുത്ത് ഇങ്ങനെ നിന്നു. പിന്നെ പള്ളി വലുതായി വിശാലമായി, അപ്പോഴും ആ പഴയ പള്ളവി തന്നെ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അന്ന് പ്രത്യേക കാരണം കൊണ്ട് അടുത്തടുത്ത് നിന്നതാണ് എന്നുള്ള ബോധം നമുക്കില്ല. ഇങ്ങനെയാണ് മുമ്പ് ആളുകൾ ചെയ്തത്, ഇങ്ങനെയാണ് മുമ്പുള്ളവർ ചെയ്തത്, ഇങ്ങനെ അടുത്താ നിന്നത് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ചെയ്യും. വിട്ടാ നിൽക്കേണ്ടത്. പള്ളി വിശാലമാകുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാന്റെ റസൂൽ ഇത്ര വലിയ ഗൗരവത്തോടെ നമ്മോട് പറയുന്ന വിഷയം, തെറ്റുകൾ പൊറുക്കാൻ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം, നിങ്ങൾ അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി ചൊല്ലണം. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒറ്റയ്ക്ക് മാറി നിസ്കരിക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ നിസ്കരിക്കുന്നവരുണ്ടാകും, പള്ളി നിസ്കരിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ ഈ ഒരു വേളയിൽ, ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഈ വേളയിൽ, ഈ വാർഷിക ആഘോഷ വേളയിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. എപ്പോഴും ദിക്റുണ്ട്. നിസ്കാര ശേഷവും അവസാനവും ദിക്റാണ്. ഖിതാമത്തുൻ ദിക്റല്ലേ, ദുനിയാവിന്റെ അവസാനം ലഖ്നു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി കൊടുക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ അവസാനവും അതാണ്, ഹജ്ജിന്റെ അവസാനം അതാണ്, സഈന്റെ അവസാനം അതാണ്, തവാഫിന്റെതും അതുപോലെ റമ്യിന്റെതും എല്ലാം അതാണ്. യുദ്ധത്തിൽ പോലും ദിക്റുകളാണ്, എല്ലാം ദിക്റുകളാണ്, ദിക്റിന്റെ മയമാണ്. പക്ഷേ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നതിന്റെ ആ ദിക്റിന്റെ ഏത് ദിക്റുകളാണെങ്കിലും അതിന്റെ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ചൈതന്യത്തോടെ ചൊല്ലാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകളൊക്കെ തിരിച്ചെടുക്കാനും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനും. വീടുകളിലും അങ്ങാടികളിലും പള്ളികളും നിസ്കരിക്കുന്ന ആളുകൾ അത് ചെയ്യേണ്ടതാണ്. ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കി 4 വക്ത് നിസ്കാരത്തിന് ശേഷമുള്ളൂ എന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു പണ്ഡിതന്മാരും വേണ്ട എന്നും പറയില്ല. ചിലയിടങ്ങളിൽ ഇങ്ങനെ കണ്ടപ്പോഴേ പലരും മനസ്സിലാക്കി ഒന്നുമില്ല എന്നുള്ളത്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അത് ഇണ്ട് സുബ്ഹാനല്ലാഹ് ഉണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ. സുബ്ഹാനല്ലാഹ് മഗ്‌രിബിന് ശേഷം ഉണ്ടോ? സുബ്ഹാനല്ലാഹ് നമ്മൾ പറയേണ്ടത് എന്ത് ചെയ്യാനാണ്? ഇത്ര മാത്രം ഇല്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച ചില സുന്നത്തുകളാണത്. ഇതൊക്കെ തിരിച്ചു പിടിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇഹ്യാ ഉസ്സുന്ന എന്ന് പറഞ്ഞാൽ, സുന്നത്തുകൾ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുന്നത്തുകളാണ്. ആ മരിച്ചുപോയ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സുന്നത്താണ് മഗ്‌രിബിന് ശേഷമുള്ള തസ്ബീഹുകൾ. അതുകൊണ്ട് ഇതൊക്കെ പൂർണ്ണമായി അതിന്റെ ചൈതന്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. മഹാന്മാരായ ആളുകൾ അതൊക്കെ ചൈതന്യമാണ് ഏറ്റവും വലിയത്. ഒരു ഉറുദു കവി ഇങ്ങനെ കാണാം, മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ അടയാളമേ ഇപ്പോഴുള്ളൂ, ബാങ്കിന്റെ അടയാളം മാത്രമേ ഇപ്പോഴുള്ളൂ. ബിലാലിന്റെ ആ ആത്മീയമായ ചൈതന്യം ഇല്ലല്ലോ. ബാങ്കിന്റെ ശബ്ദമുണ്ട്, ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമുണ്ട്, ഫൽസഫ. ആ ഫൽസഫ അത് ജനങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അതിന് പല രീതിയിലുമായി ഫൽസഫ റഹ്കയാ തൽഖീന വസാലിന റഹി. ഗസാലി ഇമാമിന്റെ ഫൽസഫ, ആ ഫൽസഫയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ പാഠം നഷ്ടപ്പെട്ടു പോയി, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ വാളിൽ അത് തിരിച്ചു പിടിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അടക്കം നമ്മളൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.